നമസ്കാരം സുഹൃത്തുക്കളെ. അറബിക്കടലിൻ്റെ വന്യമായ സൗന്ദര്യത്തിന് സാക്ഷിയായി പാറക്കെട്ടുകൾക്ക് മുകളിൽ തലയുയർത്തി നിൽക്കുന്ന ആഴിമല ഗംഗാധരേശ്വര പ്രതിമ ഇന്ന് ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെയും ഭക്തരുടെയും പ്രിയപ്പെട്ട ഒരിടമാണ്. എന്നാൽ ഈ പ്രതിമയ്ക്ക് പിന്നിൽ മാത്രമല്ല, ഈ പുണ്യഭൂമിക്ക് പിന്നിൽ പതിറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്രവും ഒട്ടനവധി ഐതിഹ്യങ്ങളും ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ വിഴിഞ്ഞത്തിനടുത്ത് പുളിങ്കുടി എന്ന തീരദേശ ഗ്രാമത്തിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. ആഴി എന്നാൽ കടലും മല എന്നാൽ കുന്നിൻ പ്രദേശവുമാണ് അർത്ഥം. കടലും മലയും ചേരുന്ന ഇടമായതിനാലാണ് ആഴിമല എന്ന പേര് ഇതിന് ലഭിച്ചത് കേട്ടോ. ഈ ക്ഷേത്രത്തിലെ ചരിത്രം നമുക്ക് പരിശോധിച്ചാൽ ഇത് ദ്വാപരയുഗത്തിലെ പാണ്ഡവരുടെ വനവാസകാലമായിട്ടാണ് ഇത് ബന്ധപ്പെട്ട് കിടക്കുന്നത്. പാണ്ഡവർ തങ്ങളുടെ അജ്ഞാതവാസകാലത്ത് ഈ പാറക്കെട്ടുകൾക്കിടയിൽ ഒളിച്ചു താമസിച്ചിരുന്നതായിട്ടാണ് ഐതിഹ്യം ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. അതിന് തെളിവായിട്ടാണ് ഈ ഗുഹകളൊക്കെ ഇവിടെ ഉള്ളത് കേട്ടോ. 8ാം നൂറ്റാണ്ടിൽ പാണ്ഡ്യരാജവംശത്തെ കാലത്താണ് ഇവിടെ ദ്രാവിഡ വാസ്തുശൈലിയിൽ ആദ്യമായിട്ട് ഈ ക്ഷേത്രം ഉണ്ടാക്കുന്നത് കേട്ടോ. ഗണപതി, അയ്യപ്പന്, വിഷ്ണുവിൻ്റെ, ഹനുമാന്റെ ഒക്കെ തുടങ്ങിയ ഉപദേവതകളുടെ മനോഹരമായ വർണ്ണശില്പങ്ങളൊക്കെ ഇവിടെ കൊത്തിവെച്ചിട്ടുണ്ട്. 3500 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ച ധ്യാനമണ്ഡപവും ഗുഹ പോലുള്ള പ്രത്യേക ചേംബറും ഇവിടെയുണ്ട്. 27 പടികൾ ഇറങ്ങിയിട്ട് വേണം നമുക്ക് അത് താഴോട്ട് പോകാനായിട്ട്. ശിവചരിത്രം വിളിച്ചോതുന്ന അതിമനോഹരമായ ശില്പങ്ങളാണ് ഈ ഗുഹക്കുള്ളിലുള്ളത്. ഈ ഗുഹക്കുള്ളിൽ ഫോട്ടോഗ്രാഫി കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ആ മനോഹര ശില്പങ്ങൾ നമ്മൾ നേരിട്ട് തന്നെ കാണണം. കടലിന് അഭിമുഖമായി 20 അടി ഉയരമുള്ള ഒരു വലിയ പാറക്ക് മുകളിലാണ് ഈ 58 അടി ഉയരമുള്ള ഈ ഗംഗാധരേശ്വര പ്രതിമ സ്ഥിതി ചെയ്യുന്നത് കേട്ടോ. കേരളത്തിലെ ഏറ്റവും വലിയ ശിവപ്രതിമയാണിത്. 4 കൈകളുള്ള ശിവഭഗവാൻ ജടക്കുള്ളിൽ ഗംഗാദേവിയെ വഹിച്ച് ഒരു കൈയിൽ ഡമരുവും മറുകൈയിൽ തൃശൂലവുമായിരിക്കുന്ന ഭാവത്തിലാണ് ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. ആഴിമല ദേശത്തെ PS ദേവദത്തൻ എന്ന 29കാരനാണ് ഇത് 6 വർഷം കൊണ്ട് നിർമ്മിച്ചത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനിയും ഇതുപോലുള്ള വീഡിയോകളുമായി നമുക്കിനി വീണ്ടും കാണാം. शिव ओंकारा, ओम जय शिव ओंकारा. ब्रह्मा विष्णु सदा शिव, ब्रह्मा विष्णु सदा शिव, अर्धांगी धारा. कानन चतुरानन पंचानन राजे, स्वामी पंचानन राजे. हंसानन गरुडासन, हंसानन गरुडासन, वृषवाहन साजे.